ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് വർക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും ഏകദേശം തീർന്നു, പെയിൻറ്റിങ്ങും വയറിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇരിപ്പ് അത്യാവശ്യം മുഷിഞ്ഞിരിക്കും കേട്ടോ, റിക്സിനൊക്കെ പോയിട്ടേ. അപ്പോൾ അതൊരു ചെറിയ കവർ അടിച്ചിട്ടേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സീറ്റ് തയ്ക്കുന്ന കുറച്ച് കാഴ്ചകളാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ സീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റിൻ്റെ റെക്സൈൻ മാറി പുതിയത് ഇടാനുള്ള പരിപാടിയാണ്. അപ്പം സീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് വർക്കാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, സീറ്റ് മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കവർ നമുക്കങ്ങ് അടിച്ച് ഇടാമെന്ന് ഓർത്താം. അപ്പോൾ നമ്മുടെ മെഷീൻ ഒരുപാടായിട്ട് എടുത്തിട്ട്, നമ്മുടെ വണ്ടിയുടെ ആ മൈക്ക മാറി പിന്നെ മെഷീൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നൈസായിട്ട് ആ ലിക്വിഡൊക്കെ ഒന്നിട്ട് മെഷീനൊന്ന് ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ വെയിൽ കൊള്ളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റെക്സീൻ ഇതൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ റെക്സീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചങ്ങ് ഇട്ടാൽ മതി. ചുമ്മാ പ്ലെയിനായിട്ട് കവർ അടിച്ചിട്ടാൽ മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഈ റെക്സീനൊന്ന് അഴിച്ചെടുക്കട്ടെ കേട്ടോ. ഗേസ്, അപ്പം സീറ്റിൻ്റെ ഫ്രെയിം ആകെ തുരുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇവിടെ ഉണ്ടെന്നാണ് കരുതിയത്. അപ്പോൾ പെയിൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ പ്രൈമർ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സീറ്റ് കയറ്റി കറക്റ്റ് ചെയ്തിട്ട് പുറത്ത് കാണുന്നതോടെ മാത്രം ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. പെയിൻറ്റ് ഉണ്ടെന്നാണ് ഓർത്തത്, പക്ഷേ പെയിൻറ്റ് ഇരിക്കണില്ലായിരുന്നു. അപ്പോൾ നമ്മൾ റെക്സീനൊക്കെ വെട്ടി കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചിട്ട് ജസ്റ്റ് അങ്ങ് കയറ്റി ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് സീറ്റ് തയ്ച്ചെടുക്കാം കേട്ടോ. ഗേസ്, അപ്പോൾ നമ്മൾ സീറ്റ് തയ്ക്കാൻ പോകാം കേട്ടോ. നമ്മൾ റൂമിൽ തന്നെ ഇട്ടാൽ കേട്ടോ കറക്റ്റ് ചെയ്യാൻ പോണേ. ഗേസ്, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. കുറച്ച് നേരത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റ് അടിക്കാം. ഇത് നമ്മൾ കുറച്ച് നല്ലെണ്ണ സ്റ്റിച്ച് ചെയ്യുന്നോടത്തേക്കൂടെ നമ്മൾ തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് സൂചിയൊക്കെ കയറാനൊക്കെ ആയിട്ട്, അപ്പം സ്റ്റിച്ച് നല്ല വൃത്തിയായിക്കോളും. അപ്പം അങ്ങനെ അതുകൊണ്ടാട്ടോ നമ്മൾ ഈ ചെറുതോതിൽ ഇത് കണ്ടു, ചെറുതോതിൽ ഇങ്ങനെ ആ സ്റ്റിച്ച് കൊള്ളുന്നിടത്തേക്കൂടെ മാത്രം നമ്മൾ ആ ചെറിയ ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇനി സൈഡ് പീസ് വെക്കാം. അപ്പോൾ നമ്മൾ സൈഡ് പീസ് ഉണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡ് പീസ് നമുക്ക് കറക്റ്റ് ചെയ്യാം. കേസ്, അപ്പോൾ നമ്മൾ സീറ്റ് കവർ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പഴയ കവർ അഴിച്ച് കളഞ്ഞു. സീറ്റ് കവർ വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സെറ്റപ്പിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കറുത്ത പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രെയിം ആകെ ശോകമായിപ്പോയി. ഇനിയിപ്പോൾ കാണുന്ന ഭാഗം മാത്രം ടച്ച് ചെയ്യാമെന്ന് ഓർത്താൽ സീറ്റ് ഫിറ്റ് ചെയ്തിട്ട്. പെയിൻറ്റ് മേടിക്കാൻ പോകണമെങ്കിലും വണ്ടി വേണമല്ലോ. അപ്പം നൈസായിട്ടൊന്ന് വെയിലത്തേക്ക് കുറച്ച് നേരം ഇടാം. ഇവിടെ കിടക്കട്ടെ. നൈസായിട്ടൊന്ന് ചൂടാവുകയാണെങ്കിൽ വലിച്ചിടാനൊക്കെ എളുപ്പമുണ്ട്.
അപ്പോൾ ഇനി സീറ്റ് ഫ്രെയിമേൽ കയറ്റിയിട്ടേ ഫോമേൽ കയറ്റിയിട്ടിട്ട് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഒന്ന് ചൂടാവട്ടെ. ഇന്നത്തെ വീഡിയോ ചുമ്മാ സീറ്റ് തയ്ക്കണതൊന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തെടുത്താൽ കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കേസേ ഉള്ളൂ, വിഷയം വേണമെന്നേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. കേസപ്പോൾ നമ്മൾ സീറ്റ് കവറ് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും നമുക്കിടെ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഫോം ഉള്ളൂ. വണ്ടി കമ്പനി വന്നപ്പോലെ തന്നെ ഇരിക്കുന്നത്. ഈ സൈഡിൽ കൂടെയൊക്കെ ഫോമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു കവറങ്ങ് അടിച്ചിട്ടു ഉണ്ടോ. അപ്പം മൊത്തത്തിലൊരു 3 സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ജോയിൻറ്റും പിന്നെ ഇതുണ്ട്, ഈ മേളിൽ ഒരു ലൈനും, പിന്നെ ഇത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് കയറ്റി വെച്ച് അങ്ങ് മുറിക്കാൻ മതി. പിന്നെ ഈ പുറത്ത് കാണുന്ന പോർഷനൊക്കെ ഒന്ന് ബ്ലാക്ക് ടച്ച് ചെയ്യണം. ഇവിടെ കുറച്ച് മാറ്റ് ബ്ലാക്ക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാനത് ഉണ്ടെന്ന് ഓർത്തോണ്ടാണ് ഇരുന്ന്, അതുകൊണ്ട് മേടിച്ചില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ടച്ച് ചെയ്താൽ സീറ്റിൻ്റെ പരിപാടി ഏകദേശം തീർന്നു. ബാക്കിലെ സീറ്റൊക്കെ നമ്മൾ നേരത്തെ അടിച്ചതുകൊണ്ട് വലിയ വൃത്തികേടൊന്നും ഇല്ല കേട്ടോ. കേസ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സീറ്റ് അടിച്ചിട്ട് നമ്മൾ കയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ മറ്റ് സീറ്റുകളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയതുകൊണ്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല കേട്ടോ, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഈ ഫ്രണ്ടിലെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇരിപ്പ് മാത്രമായിരുന്നു കംപ്ലൈൻറ്റ്. അത് നമ്മൾ നൈസായിട്ട് ഏതായാലും കവറങ്ങ് അടിച്ചിട്ടു. ബക്കറ്റ് സീറ്റൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് കേട്ടോ. കേസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകളൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.